ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ്. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ ചില അസൈൻമെൻറ്റ് ഓപ്പറേറ്ററുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഇപ്പോൾ 1 ആണ്. എക്സിനോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്നാണ് കിട്ടുക. പക്ഷേ എക്സിൻ്റെ വാല്യൂ അപ്പോഴും 1 തന്നെയാണ്, അതിന് ചേഞ്ച് ഒന്നുമില്ല. ഓക്കെ, എക്സിനോട് 1 കൂട്ടുകയും വേണം, എക്സിൻ്റെ വാല്യൂ 2 ആവുകയും വേണം. അതെങ്ങനെ നമുക്ക് ചെയ്യാം? അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും: എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. എന്നിട്ട് വീണ്ടും നമ്മൾ എക്സിൻ്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ എക്സ് 2 മാറിയത് കാണാം. ഇത് നമുക്ക് ചുരുക്കി മറ്റൊരു രൂപത്തിൽ എഴുതാം: എക്സ് പ്ലസ് ഈസ് ഈക്വൽ ടു 1. എക്സ് പ്ലസ് ഈസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 3 മാറും. എക്സ് പ്ലസ് ഈസ് ഈക്വൽ ടു 5 എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നേരത്തെയുള്ള 3നോട് 5 കൂടെ കൂട്ടി 8 എന്ന് പറയുന്ന സംഖ്യ കിട്ടി. ഇനി എക്സ് മൈനസ് ഈസ് ഈക്വൽ ടു 7 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടും, അല്ലേ? 8ൽ നിന്നും 7 പോയാൽ 1 ആണ്. ഈ രൂപത്തിൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുകയും കുറയ്ക്കുകയുമൊക്കെ ചെയ്യാവുന്നതാണ്. എക്സ് സ്റ്റാർ ഈക്വൽ ടു 2 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, അതിന് മുമ്പിൽ ഒരു സ്പേസ് ആഡ് ചെയ്തു. എക്സ് സ്റ്റാർ ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം 2 ആണ്. അതെങ്ങനെയാണ്? 1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 2. എക്സിൻ്റെ വാല്യൂ 2 മാറി. ഇനി എക്സ് ഡിവിഷൻ ഈക്വൽ ടു 2 എന്നാണെങ്കിൽ 1.0, അഥവാ 2നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അത് 1. നമ്മൾ ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ടായി കിട്ടുന്നത് ഫ്ലോട്ടിംഗ് നമ്പർ ആയിരിക്കും, അഥവാ ഒരു ദശാംശ സംഖ്യയായിരിക്കും. പൈത്തണിലെ മറ്റൊരു ഡാറ്റ ടൈപ്പാണ് ബൂളിയൻ വാല്യൂസ്, അഥവാ ട്രൂ ഓർ ഫാൾസ്. ഇതാണ് ബൂളിയൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഒന്നുകിൽ ശരി അല്ലെങ്കിൽ തെറ്റ്. ട്രൂ എന്ന് പറയുന്നത് എപ്പോഴും ട്രൂ ആണ്, ഫാൾസ് എന്ന് പറയുന്നത് എപ്പോഴും ഫാൾസ് ആണ്. സത്യം എല്ലാ കാലത്തും സത്യവും, അസത്യം എല്ലാ കാലത്തും അസത്യവുമായിരിക്കും എന്ന് പറയുന്നത് പോലെ ട്രൂ ഓർ ഫാൾസ്. അഥവാ ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നും ഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്നുമാണ്. ട്രൂ പ്ലസ് ട്രൂ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം 2 ആയിരിക്കും. ഇനി ഫാൾസ് ആണ് നമ്മൾ കൂട്ടുന്നതെങ്കിൽ 0 ആണ്. ഇനി ട്രൂ മൾട്ടിപ്ലൈ 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം 6 ആണ്. ബൂളിയൻ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു നോക്കാം. ബൂൾ എന്നെഴുതിയിട്ട് പാരന്തസിനകത്ത് ഞാൻ 42 എന്ന് എഴുതുകയാണ്. അപ്പോൾ 42 എന്ന് പറയുന്ന നമ്പർ 42 തന്നെയാണ്, അല്ലേ? അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് അതിനെ മനസ്സിലാക്കുന്നത്. നമ്മളതിൻ്റെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ ആണ്. അതേസമയം നമ്മൾ പാരന്തസിനകത്ത് ഒന്നും തന്നെ എൻ്റർ ചെയ്യുന്നില്ല, ജസ്റ്റ് 2 കോമ മാത്രം ആഡ് ചെയ്തു. ആ കോമക്കകത്ത് സ്പേസ് പോലും നമ്മൾ കൊടുത്തില്ല. അങ്ങനെ നമ്മൾ അതിൻ്റെ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു 1ഉം 0ഉമാണ് ട്രൂ, ഫാൾസ് എന്നിവയുടെ വാല്യൂ എന്ന്. അങ്ങനെയാണെങ്കിൽ ബൂൾ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ ആണ്, ബൂൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫാൾസ് ആണ്. നമ്മളിപ്പോൾ പഠിച്ച ബൂളിയൻ വാല്യൂസും അതുപോലെ തന്നെ തുടക്കത്തിൽ പറഞ്ഞ ഓപ്പറേറ്റേഴ്സും എല്ലാം, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും എല്ലാം നമുക്ക് നമ്മുടെ പ്രോഗ്രാമുകളിൽ ധാരാളമായിട്ട് ആവശ്യം വരുന്ന സംഗതികൾ തന്നെയാണ്. ഇതൊന്നും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമല്ല, കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമല്ല. അത് നമ്മൾ ഉപയോഗിച്ചത് സ്വാഭാവികമായിട്ടും നമുക്ക് അത് ബൈ ഹാർട്ടായി മാറുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.